ഇറാൻ യുക്രൈന് നൽകുന്ന ഒരു മുന്നറിയിപ്പ് തുടർച്ചയായി യുക്രൈൻ കപ്പലുകളെ ആക്രമിക്കുന്ന ഒരു പശ്ചാത്തലം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അത് കഴിഞ്ഞ ദിവസം ഒരു ആക്രമണത്തിൽ ഇന്ത്യൻ വംശജരായ രണ്ടുപേരെക്കുറിച്ച് ഇപ്പോൾ വിവരമില്ല എന്നുള്ള കാര്യങ്ങൾ പുറത്തു വരുന്നുണ്ട്. രണ്ടുപേർ സുരക്ഷിതരാണ്. ഇപ്പോൾ ഇറാൻ പറയുന്നത്, അബ്ബാസ് അരക്ജി വിദേശകാര്യമന്ത്രി പറയുന്നത്, ഈ ആക്രമണങ്ങൾക്ക് മറുപടി ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ്. കപ്പലിലെ ഇന്ത്യൻ പൗരന്മാർക്കായി തെരച്ചിലടക്കം നടക്കുന്ന പശ്ചാത്തലമുണ്ട്. റഷ്യ യുക്രൈൻ സംഘർഷം തുടരുന്ന പശ്ചാത്തലത്തിൽ കരിങ്കടൽ മേഖലയിൽ തൊഴിൽ തേടുന്ന ഇന്ത്യൻ പൗരന്മാർക്ക് വിദേശകാര്യ മന്ത്രാലയം മാർഗനിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്. കാസ്പിയൻ കടലിൽ കപ്പൽ നേരത്തെ നടത്തിയ ആക്രമണത്തിൽ മറുപടിയില്ലാതെ പോകാനാവില്ല എന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി പറയുന്നത് പ്രധാനപ്പെട്ട ഒന്നാണ്. അത് മാത്രമല്ല, ഹോർമുസ് കടലിടുക്കിൽ മൈനിൽ തട്ടി എണ്ണ ടാങ്കർ തകർന്നു എന്നുള്ള വിവരങ്ങൾ പുറത്തുവരുന്നു. ഇറാൻ നിശ്ചയിച്ചു നൽകിയ പാത വിട്ടു സഞ്ചരിച്ച കപ്പലാണ് തകർന്നതെന്ന് ഇറാനിലെ വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ചെങ്കടലിൽ 2 സൗദി എണ്ണ ടാങ്കറുകൾക്കെതിരെ വീണ്ടും ഹൂതി വിമതർ ആക്രമണം നടത്തിയെന്ന് പറയുന്നു. ഒപ്പം ഇറാൻ നിശ്ചയിച്ച പാതയിൽ നിന്ന് മാറി സഞ്ചരിച്ച ഒരു എണ്ണക്കപ്പൽ മൈനിൽ തട്ടി പൊട്ടിത്തെറിച്ചായും ഇറാനിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഇപ്പോൾ ഹോർമുസിൽ നിന്ന് മാറി ചെങ്കടലിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. മറ്റു തരത്തിലുള്ള യുദ്ധം വ്യാപിക്കുന്ന പശ്ചാത്തലം ഉണ്ടാകുന്നു. മനു, ഇത്തരത്തിൽ യുദ്ധവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ യുക്രൈൻ നൽകിയ മുന്നറിയിപ്പ് പ്രധാനമാണ് ഇറാൻ്റേത്. മറ്റൊന്ന്, വീണ്ടും കപ്പലുകൾക്ക് നേരെ ആക്രമണം ഉണ്ടാകുന്നു എന്നുള്ളതാണ്. ഹൂതികൾ സൗദി അറേബ്യയെ വിടുന്നില്ല. അങ്ങനെ യുദ്ധത്തിൻ്റെ വ്യാപ്തി വർദ്ധിക്കുന്നു എന്നുള്ള, ആക്രമണങ്ങളുടെ വ്യാപ്തി വർദ്ധിക്കുന്നു എന്നുള്ള പശ്ചാത്തലം കൂടി ഒരുങ്ങുന്നില്ലേ? ഈ സ്ഫോടനങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് ഈ മേഖലയുടെ സമാധാനത്തെ വല്ലാതെ ഇല്ലാതാക്കുന്ന പശ്ചാത്തലം കൂടിയുണ്ട്. ഇതിൽ രഞ്ജിത്ത്, ഒരു സുപ്രധാനമായ കാര്യം, ഈ ഗ്ലോബൽ ട്രേഡ് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അതിൽ ഒരു വലിയ ശതമാനം ഗ്ലോബൽ ട്രേഡ് നടക്കുന്നത് കടൽ മാർഗമാണ്. സ്വാഭാവികമായും അത് കൂടുതൽ ലാഭകരമായതുകൊണ്ടാകണം എയറിനേക്കാൾ കൂടുതൽ കടലാണ് ഈ ഗ്ലോബൽ ട്രേഡിനൊരു മാർഗമായി വരുന്നത്. അതിൽ ഏറ്റവും പ്രധാനമായ ഘടകം ഒന്ന് ഈ ഓയിൽ ആൻഡ് നാച്ചുറൽ റിസോഴ്സസ് ആണ്. അത് ഒരു സുപ്രധാനമായ വിഷയമാണ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അത് വലിയ ഒരു വിഷയമായി വരുന്നു. കാരണം ഇപ്പോൾ നമ്മൾ രഞ്ജിത്ത് തന്നെ സൂചിപ്പിച്ചതുപോലെ ബ്ലാക്ക് സീയിൽ അവിടെ ഒഡേസ തുറമുഖത്തിന് സമീപത്ത് വെച്ച് ഒരു കപ്പൽ ആക്രമിക്കപ്പെട്ടു. പലാവു ഫ്ലാഗുള്ള ഒരു കപ്പലാണ്. പക്ഷേ അതിൽ 4 ഇന്ത്യൻ നാവികരാണ് ഉണ്ടായിരുന്നത്. അതിൽ 2 പേർ സുരക്ഷിതരാണ്. 2 പേരെക്കുറിച്ച് വിവരമില്ല. നേരത്തെ ഈ 19-ാം തീയതി ഗോൾഡൻ ലിയോ എന്ന ഒരു കപ്പൽ ആക്രമിക്കപ്പെട്ടിരുന്നു. അതിൽ 4 ഇന്ത്യക്കാരെ നമുക്ക് നഷ്ടമായി. മൊത്തം 10 പേരാണ് മരിച്ചത്. സിറിയയിൽ നിന്നും ഇന്ത്യയിൽ നിന്നുമൊക്കെയുള്ള ജീവനക്കാരായിരുന്നു ആ കപ്പലിൽ കൂടുതൽ ഉണ്ടായിരുന്നത്. അങ്ങനെ ഈ ഒഡേസ തുറമുഖം അറിയാം, യുക്രൈനെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായ ഒരു സ്ഥലമാണ്. അത് ഈ ചോർണമോർ ദ്വീപ് പോർട്ട്, അതുപോലെ അതിന് തൊട്ടടുത്ത് കിടക്കുന്ന പിബ്ദനി പോർട്ടും ഒക്കെ ഇതുമായി ഒരു സാറ്റലൈറ്റ് പോർട്ട് എന്ന തലത്തിൽ പ്രവർത്തിക്കുന്ന ഈ ഒഡേസ യുക്രൈനിലെ തന്നെ ഏറ്റവും വലിയ ഒരു കമേഴ്ഷ്യൽ പോർട്ടാണ്. വലിയ വോളിയം അല്ലെങ്കിൽ വലിയ അളവിൽ ഈ കാർഗോ കൈകാര്യം ചെയ്യുന്ന ഒരു തുറമുഖമാണ്. അപ്പോൾ സ്വാഭാവികമായും ഈ ഒഡേസ ധാന്യങ്ങളുമായി വന്ന ഒരു കപ്പലായിരുന്നു. അതാണ് അറ്റാക്ക് ചെയ്യപ്പെട്ടെന്നാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്. അതേപോലെ തന്നെ നേരത്തെയും സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഈ പ്രശ്നങ്ങളൊക്കെ പശ്ചിമേഷ്യ കുറേയൊക്കെ ശാന്തമാകുന്നു എന്ന് പറയുമ്പോൾ ഹൂതീസിൻ്റെ ഈ ആക്രമണം, സൗദിയിലേക്കുള്ള ആക്രമണം ഒരു വശത്ത് ചർച്ചയാകുന്നു. ബാബൽ മന്ദീബിലൂടെ ഉള്ള കപ്പലുകളുടെ ഗതാഗതം തടസ്സപ്പെട്ടിട്ടുണ്ട്. കാര്യമായ രീതിയിൽ അവിടെ കപ്പലുകൾക്ക് മുന്നേറാൻ അല്ലെങ്കിൽ ഗതാഗതം സുഗമമായിട്ട് നടത്താൻ കഴിഞ്ഞിട്ടില്ല എന്ന വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. രഞ്ജിത്ത് സൂചിപ്പിച്ച പോലെ റെഡ് സീ ചെങ്കടലിലും സമാനമായ ഒരു സാഹചര്യമുണ്ട്. ഹോർമുസ് സ്ട്രെയ്റ്റിൽ കഴിഞ്ഞിടയ്ക്ക് ആകെ 6 കപ്പലുകൾക്ക് മാത്രമാണ് അതുവഴി നീങ്ങാൻ കഴിഞ്ഞിട്ടുള്ളത്. അങ്ങനെ പല കേന്ദ്രങ്ങളിലും ഈ ചെങ്കടലിലായാലും അല്ലെങ്കിൽ ബ്ലാക്ക് സീയിലായാലും അല്ലെങ്കിൽ ഈ ബാബൽ മന്ദീബ് ഇടുക്കിലായാലും അല്ലെങ്കിൽ ഹോർമുസ് കടലിടുക്കിലായാലും ഒക്കെ കപ്പലുകൾക്ക് നേരെ ഈ ആക്രമണം നടക്കുന്നത് ആഗോള വിപണിയെ തന്നെ വലിയ തോതിൽ അത് ബാധിക്കുന്നു. ഇപ്പോൾ റഷ്യ നടത്തിയ ആക്രമണങ്ങളെ സംബന്ധിച്ച് ഇന്ത്യ നേരത്തെ തന്നെ അതിൻ്റെ ഒരു ആശങ്ക അറിയിച്ചിരുന്നു. നമ്മൾ ഇന്ത്യയിൽ ഉള്ള റഷ്യൻ സ്ഥാനപതി അല്ലെങ്കിൽ റഷ്യയുടെ ചാർജ് അഫയേഴ്സ് ആയിട്ടുള്ള വോൾഡമർ ലെഡ്നോവിനെ വിളിച്ചു വരുത്തി ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം തങ്ങളുടെ ആ ഒരു അതൃപ്തി വളരെ ശക്തമായ രീതിയിൽ അറിയിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. ഇതൊക്കെ വരുമ്പോഴും അതിനപ്പുറത്തേക്ക് ഈ കടലും കര പോലെ അശാന്തമാകുന്നു എന്ന ഒരു വിവരമാണ് പുറത്തു വരുന്നത്. എന്തായാലും ഓയിൽ വിപണിയെ ഇത് വലിയ തോതിൽ ബാധിക്കുന്നു എന്ന് പറയുമ്പോഴിപ്പോൾ ഈ ട്രംപ് 2-3 ദിവസമായി ഉള്ള ഈ വെടിനിർത്തലിലേക്ക് നീങ്ങുമ്പോൾ എണ്ണവില
താഴോട്ട് വരുന്നു എന്നത് ചെറിയൊരു ആശ്വാസം ആഗോള വിപണിക്ക് നൽകുകയാണ്. മനു ഭരതാണ് വിവരങ്ങൾ പങ്കുവച്ചത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.